ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അറ്റനാരി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഇന്നർവേഷൻ ഓഫ് ടങ്. ടങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക്കാണ്. ലാസ്റ്റ് ഇയർ ഇത് എസ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. സോ നമുക്ക് ആദ്യം ടങ്ങിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ജസ്റ്റ് അബൌട്ട് ദി മോർഫോളജി ഓഫ് ടങ്. നമുക്കാദ്യം വരയ്ക്കാം. ടങ്ങിൻ്റെ സുപ്പീരിയർ സർഫസാണ് വരയ്ക്കുന്നത്. ഈ സുപ്പീരിയർ സർഫസിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം ബൈ എ വി ഷേപ്ഡ് സൾക്കസ് വിച്ച് ഈസ് നോൺ ആസ് ദി സൾക്കസ് ടെർമിനാലിസ്. എന്താ പറയുക? സൾക്കസ് ടെർമിനാലിസ്. ഈ സൾക്കസ് ടെർമിനാലിസിൻ്റെ അപ്പെക്സിലൊരു ഫൊറാമൻ ഉണ്ട് വിച്ച് ഈസ് നോൺ ആസ് ദി ഫൊറാമൻ സീക്കം. സോ സൾക്കസ് ടെർമിനാലിസിൻ്റെ ഫൊറാമൻ സീക്കം ഉണ്ട്. സൾക്കസ് ടെർമിനാലിസ് ടങ്ങിനെ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഒരു ആൻറ്റീരിയർ പാർട്ടും ഉണ്ട്, ഒരു പോസ്റ്റീരിയർ പാർട്ടും ഉണ്ട്. ആൻറ്റീരിയർ 2/3 ആണ്, പോസ്റ്റീരിയർ 1/3 ആണ്. ഈ ആൻറ്റീരിയർ 2/3 പാർട്ടിനെ നമ്മൾ പറയുന്ന പേരാണ് ഓറൽ പാർട്ട്. പോസ്റ്റീരിയർ 1/3 ഫെരിഞ്ചൽ പാർട്ട് എന്ന് പറയും. So the anterior 2/3 is called the oral part and posterior 1/3 is called the pharyngeal part. Last ഒരു posterior most part ഉണ്ട്. Posterior most part. Then just about the morphology of the tongue ആണ്. ടങ്ങിൽ പിന്നെ നമുക്ക് പലതരം പാപ്പിലേസ് കാണാൻ പറ്റും. ലൈക്ക് ഫിലിഫോം പാപ്പിലെ, ഫഞ്ചിഫോം പാപ്പിലെ. ഇവരൊക്കെ എന്താണ്? പാപ്പിലേസ് ആണ്. ഫിലിഫോം പാപ്പിലെ, ഫഞ്ചിഫോം പാപ്പിലെ. പിന്നെ അതേപോലെ തന്നെ ആൻറ്റീരിയർ ടു ദ സൾക്കസ് ടെർമിനാലിസ്. സൾക്കസ് ടെർമിനാലിസിന് ആൻറ്റീരിയർ ആയിട്ട് കാണുന്നതാണ് സർക്കംവാലേറ്റ് പാപ്പിലെ. സോ ബേസിക്കലി കാണാൻ പറ്റുന്നതാണ് ഫിലിഫോം പാപ്പിലെ, ഫഞ്ചിഫോം പാപ്പിലെ ആസ് വെൽ ആസ് ദി സർക്കംവാലേറ്റ് പാപ്പിലെ. സർക്കംവാലേറ്റ് പാപ്പിലെ ഈസ് ആൻറ്റീരിയർ ടു ദ വി ഷേപ്ഡ് സർക്കസ് ടെർമിനാലിസ്. അടുത്ത് നമുക്ക് മസിൽസ് ഓഫ് ദി ടങ് പഠിക്കാം. മസിൽസ് ഓഫ് ടങ്. ബേസിക്കലി ടങ്ങിലെ മസിൽസിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇൻട്രിൻസിക് മസിൽസ് as well as extrinsic muscles. The muscles are called intrinsic because origin and insertion is within the muscle, that is within the tongue itself, and extrinsic because origin is from another side and insertion is towards the tongue. So first let's talk about the intrinsic muscles. There are 4 intrinsic muscles basically. First one is the superior longitudinal, then inferior longitudinal, superior longitudinal, inferior longitudinal, then transverse muscles as well as vertical muscles. Transverse muscles and vertical muscles. So intrinsic muscles ആണ് superior longitudinal, inferior longitudinal, transverse muscles as well as vertical muscles ആണ്. Extrinsic muscles ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. Basically 4 muscles are there. 4 extrinsic muscles are there. First one is the genioglossus. Next is the hyoglossus. Next is the styloglossus. And finally palatoglossum. Palatoglossus. So muscles of the tongue 2 types ഉണ്ട്, intrinsic and extrinsic. Intrinsic muscles are the superior longitudinal, inferior longitudinal, transverse muscles and vertical muscles. Extrinsic muscles are genioglossus, hyoglossus, styloglossus as well as palatoglossus. അടുത്ത നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായ ഇന്നർവേഷൻ ഓഫ് ടങ്ങിലേക്ക് വരാം. ഇന്നർവേഷൻ ഓഫ് ടങ്. What is mean by innervation of tongue? Innervation of tongue എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്നുമില്ല, ദ നെർവ് സപ്ലൈ.
nerve supply of tongue. സോ ടങ്സിൻ്റെ നെർവ് സപ്ലൈനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ടങ്ങിന് മോട്ടർ സപ്ലൈ ഉണ്ട് ആസ് വെൽ ആസ് ഒരു സെൻസറി സപ്ലൈ ഉണ്ട്. മോട്ടർ സപ്ലൈ ഉണ്ട്, സെൻസറി സപ്ലൈ ഉണ്ട്. സെൻസറി സപ്ലൈ തന്നെ ജനറൽ സെൻസറി ഉണ്ട് ആസ് വെൽ ആസ് സ്പെഷ്യൽ സെൻസറി ഉണ്ട്. ജനറൽ സെൻസറി എന്ന് പറയുമ്പോൾ ജനറൽ സെൻസേഷൻസ് ലൈക്ക് പെയിൻ, temperature, touch, etc. Then special sensory includes taste. This is the most important. That is the special sensory taste. ആദ്യം നമുക്ക് മോട്ടർ സപ്ലൈ നോക്കാം. എവ്രി മസിൽസ് ഓഫ് ദി ടങ്, അതായത് നേരത്തെ പറഞ്ഞ 8 മസിൽസ് എക്സെപ്റ്റ് 1 muscle, that is the palatoglossus. So all the muscles of the tongue except the palatoglossus is supplied by the which nerve? Hypoglossal nerve. Hypoglossal nerve. So all the muscles of the tongue except the palatoglossus is supplied by the hypoglossal nerve. So which nerve supplies the palatoglossus? It is by the cranial root of accessory nerve. Cranial root of accessory nerve. So all the muscles of the tongue is supplied by the hypoglossal nerve except the palatoglossus. Palatoglossus is supplied by the cranial root of accessory nerve. This cranial root of accessory nerve supplied by the vagus nerve. This is the motor innervation of the tongue. Now let's talk about the sensory innervation of tongue. It is of two types, general sensory and special sensory. So let's draw the figure of the tongue once more. This is the tongue, which is divided into 2 parts by a V-shaped sulcus, which is known as the sulcus terminalis, into a anterior 2/3 and posterior 1/3. Anterior 2/3 and posterior 1/3. So anterior 2/3 contains the general sensory nerves as well as the special sensory nerves. Posterior 1/3 also contains the general sensory and special sensory nerves. This posterior most part, this is the posterior most part, which also contains the general sensory nerves as well as the special sensory nerves. അപ്പോൾ നമുക്ക് ഏതൊക്കെ nerves ആണെന്ന് നോക്കാം. General sensory of the anterior 2/3. Anterior 2/3 general sensory is by the lingual nerve. Then the special sensory is by the chordae tympani. Lingual nerve is a branch of mandibular, the mandibular division of trigeminal nerve. That is the cranial nerve 5. So lingual nerve is a branch of the mandibular division of the cranial nerve 5. That is the trigeminal nerve. Chordae tympani, which is a branch of the facial nerve. That is a branch of cranial nerve 7. That is facial nerve. Now about the posterior 1/3. Posterior 1/3, the general sensory as well as the special sensory both is given by the glossopharyngeal nerve. Glossopharyngeal nerve, which is the cranial nerve 9. And the posterior most part, that is the posterior most part, which is the general sensation as well as the special sensation, is by the internal laryngeal nerve. Internal laryngeal nerve. Internal laryngeal nerve is a branch of the superior laryngeal nerve, which is in turn a branch of the cranial nerve 10. That is vagus nerve. So internal laryngeal nerve, which is a branch of superior laryngeal nerve, which is in turn a branch of the cranial nerve 10. That is the vagus nerve. So let's summarize once more. This is the tongue, which is divided into 2 parts. That is the anterior 2/3 and the posterior 1/3. Anterior 2/3 and posterior 1/3. And the posterior most part. Anterior 2/3 contains the special sensory as well as general sensory. Posterior 1/3 contains the special sensory and
general sensory. Posterior most also contains the general sensory as well as the special sensory. Anterior two-third, the general sensory is by the lingual nerve, which is a branch of mandibular division of the trigeminal. So it is by the fifth cranial nerve. Now the anterior two-thirds is special sensory. Special sensory is by the chordae tympani, which is a branch of cranial nerve 7. That is facial. Now the posterior part, the special sensory as well as the general sensory is both by the which nerve? Glossopharyngeal nerve, that is the cranial nerve 9. And posterior most part, both the general sensory and special sensory is by the internal laryngeal nerve, which is a branch of superior laryngeal nerve, which is internal branch of the cranial nerve 10. Cranial nerve 10, that is vagus. So 5, 7, 9, 10. Remember this. Okay, thank you.